ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധനായ മാർ കൗമാ സഹദയെപ്പറ്റി പറയുമ്പോൾ 5-ാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ മിഫ്രാഖ് പ്രദേശത്ത് ജീവിച്ചിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ മാർ കൗമാ സഹദ. മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം 2 മക്കളെ നൽകി. അവർ അതിലുണ്ടായ ആൺകുട്ടിക്ക് ശമവോൻ എന്ന് പേരിട്ടു. ശമവോനും തൻ്റെ സഹോദരി ആബുസിയായും ദീർഘനാളായി മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായതും അവർക്ക് ദൈവത്തോടുള്ള കൃപ, ആത്മാവിലുള്ള ബലപ്പെടൽ ഏറെ കൂടുതൽ അനുഭവിച്ച കുഞ്ഞുങ്ങൾ ആയിരുന്നു. അവരുടെ ജീവിതയാത്രയിൽ സന്യാസ ജീവിതം അവർ ആഗ്രഹിക്കുകയും ഭവനം വിട്ട് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ആബീലന്മാരുടെ ഗണത്തിലേക്ക് അവർ നടക്കുകയായിരുന്നു. ദീർഘകാലം അവർ വനത്തിൽ താമസിക്കുകയും ദൈവിക വെളിപാടുകൾ അനുസരിച്ച് സന്യസ്തരെ കണ്ടുമുട്ടുകയും അവരോട് ചേർന്ന് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തു. ഏകദേശം 45 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച മാർ ശമവോൻ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിശുദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ കൗമ എന്ന പേര് നൽകി. കൗമ എന്ന് പറയുന്ന പദത്തിന് കോം എന്ന് പറയുന്ന ധാതുവിൽ നിന്നുണ്ടായ പദമാണ്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരാൾ പൊക്കത്തിൽ ശിഖരങ്ങളായി തിരിഞ്ഞ കരുവേലകത്തിൽ കുടിൽ കെട്ടി അതിൽ പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചിരുന്നു വിശുദ്ധ കൗമ എന്ന ചരിത്രരേഖകളിൽ നാം കാണുന്നുണ്ട്. ഏകദേശം 50 ദിവസത്തോളം ആ കരുവേലകത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച വിശുദ്ധ കൗമാ സഹദയ്ക്ക് ഭക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം നൽകിയത് സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടി ആയിരുന്നു എന്നും ചരിത്രത്തിൽ പറയുന്നു. മാത്രമല്ല, ദാഹമകറ്റുവാനായി കരുവേലകത്തിനടുത്തുകൂടെ ഒരു ചെറിയ പുഴ ഒഴുകിയിരുന്നുവെന്നും ദാഹസമയത്ത് ആവശ്യത്തിന് വെള്ളമെടുക്കുന്നതിന് ആ ഒരു സംവിധാനം ഉപയോഗിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ സാക്ഷിക്കുന്നു. എന്നാൽ ഇരുവശങ്ങളിലേക്കും കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ആ പുണ്യവാൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം കരുവേലകത്തിന് ചുവട്ടിലായി പ്രത്യക്ഷപ്പെട്ട ആ നീരുറവ ഇല്ലാതാവുകയും സ്വർഗീയദൂതന്മാരുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കരയേറുകയും ചെയ്തു. അങ്ങനെ തന്നെ 2 വശങ്ങളിലായി കൈകൾ വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ച രീതിയിൽ തന്നെ നിന്നിരുന്ന കൗമാ സഹദയുടെ ദേഹവിയോഗം പിന്നീട് മറ്റ് സന്യാസിമാർ അറിയുകയും അവർ ആത്മബലത്താൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് എടുത്ത് വിശുദ്ധമായി സംസ്കരിക്കുകയും ചെയ്തു. ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ ഏറ്റവും പുണ്യപുരാതനമായി ഏനാത്ത് കിഴക്കൂറും കൗമാ സഹദ പള്ളിയിൽ ആ പുണ്യവാന മധ്യസ്ഥയിൽ അനേകം ആളുകൾ അഭയം പ്രാപിക്കുന്നു. അഭയം പ്രാപിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവകൃപയുടെ പരിലാളനയിൽ ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ മാർ കൗമാ സഹദ മധ്യസ്ഥ നമുക്കെല്ലാവർക്കും കാവലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.